കൊച്ചിയുടെ മുറിവുണക്കാൻ ഹീൽ പദ്ധതി. ഏറെ കാലമായി കൊച്ചിയിൽ നിലനിൽക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി കൊച്ചിൻ കോർപ്പറേഷന്റെ തുമ്പൂർമുഴി മോഡൽ വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി. ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം ഒരു വലിയ ചോദ്യചിഹ്നമായി നിന്നിരുന്ന സാഹചര്യത്തിൽ ഗോൾഡ് സൂക്ക് മാളിന് സമീപം വൈറ്റില മേൽപ്പാലത്തിനു താഴെ ഹീൽ പൊന്നുരുന്നി വേസ്റ്റ് മാനേജ്മെന്റ് മിഷൻ 2023 ഡിസംബർ 8 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി 30 തുമ്പൂർമുഴി മോഡൽ എയറോബിക് ടാങ്കുകൾ പൊന്നുരുന്നി മേൽപ്പാലത്തിനു താഴെ മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിദിനം 1.7 ടൺ വരെ മാലിന്യം സംസ്കരിക്കാനും കമ്പോസ്റ്റാക്കി മാറ്റാനും ഇത് സഹായിക്കും. മെഡിമിക്സ് ആണ് ടാങ്കുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റിൽ സ്ഥാപിച്ച ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റുകളിൽ നിന്ന് ലഭ്യമായി തുടങ്ങിയ വളം ഉപയോഗിച്ച് പ്ലാന്റിനു സമീപം സ്ഥാപിച്ചിരിക്കുന്ന പച്ചക്കറിത്തോട്ടത്തിൽ ജൈവ കൃഷി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും ലഭിക്കുന്ന ജൈവവളം വിൽപ്പന നടത്താനും പദ്ധതിയിടുന്നു. കൗൺസിലർ അഡ്വക്കേറ്റ് ദിബിൻ ദിലീപ് പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നു. ബ്രഹ്മപുരം വിഷയം നമുക്കറിയാലോ. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള ബ്രഹ്മപുരം വിഷയത്തിന് ശേഷം നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മാലിന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മാലിന്യ സംസ്കരണ സംവിധാനം ഒരു സുസ്ഥിരമായ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം തൊട്ട് തന്നെ നമ്മളിവിടെ വളം ഉൽപ്പാദനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ എല്ലാ പദ്ധതികളുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ മാലിന്യം ഇട്ടുകൊണ്ടുള്ള പദ്ധതി ഉദ്ഘാടനമാണ്. നമ്മൾ അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ ഈ പ്രദേശത്ത് തന്നെ നിൽക്കുന്നത് ഒരു മാലിന്യത്തിൻ്റെതായ മണമോ മറ്റു സംഭവങ്ങളോ ഒന്നുമില്ല. പുഴുവോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ പുഴുവോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത്തരം ഒരു പദ്ധതി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഒന്നുമല്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വളം എടുത്തുകൊണ്ടുള്ള ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് നമ്മളിത് വെച്ചത്. 30 യൂണിറ്റോളമുള്ള ഈ ഹീൽ ബോക്സുകളിലായിട്ടാണ് നമ്മൾ ഈ സംവിധാനം റെഡിയാക്കിയിരിക്കുന്നത്. ചകിരിച്ചോറാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കമ്പോണൻ്റായിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഇനോക്കുലം ആഡ് ചെയ്തിട്ടുള്ളതാണ്. പരമാവധി ലീച്ചറ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് വെള്ളം അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ്. നമുക്ക് കണ്ടറിയാൻ പറ്റും, വെള്ളം അവോയ്ഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. നിലവിൽ 9 ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട്. അവരെ കൂടാതെ സ്ഥലമെല്ലാം ക്ലീൻ ആക്കുന്നതിനും വളത്തിൻ്റെ നടപടിക്രമങ്ങൾ അടക്കം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് 2 തൊഴിലാളികളെയും നമുക്കിതിന് വേണ്ടിയിട്ട് ലഭ്യമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും സംസ്ഥാന സർക്കാരിനും ലാഭകരമാകുന്നത് എന്നതിനെ കുറിച്ച് പ്രോഗ്രാം ഓഫീസർ ശ്രീ അമീർ ഷാ ആർ സംസാരിക്കുന്നു. എങ്ങനെയാണ് ഈ പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും ലാഭകരമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ പരമാവധി ഫണ്ട് അതുപോലെ സ്ഥലം ഇതിൻ്റെ ഉപയോഗമൊന്നും കൂടുതലായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത് NH-ൻ്റെ നാഷണൽ ഹൈവേയുടെ അടിവശത്ത്, പാലത്തിൻ്റെ അടിവശത്ത് വരുന്നൊരു സ്പേസാണ്. അപ്പോൾ ഈ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ഒരു ഫണ്ട് ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെടേണ്ടി വരുന്നില്ല. ഈ ഒരു സ്ഥലത്തെ മനോഹരമാക്കി മെഡിമിക്സ് പോലെയുള്ള കമ്പനികളുടെ സഹായത്തോടു കൂടി CSR ഫണ്ടുകൾ മൊബിലൈസ് ചെയ്തുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടു കൂടി വ്യാപാരികളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് ഇതിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരുന്നതിനും ഒപ്പം നഗരസഭയുടെ ഒരു പദ്ധതിയുടെ ഭാഗമാക്കിക്കൊണ്ട് ഇതിൻ്റെ തുടർ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാലാകാലങ്ങളിൽ നമ്മൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ജൈവമാലിന്യം ശേഖരിച്ച് ലോറി ചാർജും ജീവനക്കാരുടെ ശമ്പളവും കൊടുത്ത് ബ്രഹ്മപുരത്ത് കൊണ്ടുപോയി കൈകാര്യം ചെയ്തിരുന്ന ഒരു സാമ്പത്തിക നമുക്ക് ചിലവുണ്ടായിരുന്നു. ആ ഒരു ചിലവ് ഇതോടുകൂടി പൂർണ്ണമായിട്ട് ഒഴിവാവുകയാണ്. ഒപ്പം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, അത്രയും വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാകുന്ന തിരക്ക്, കാർബൺ എമിഷൻ, ഇതെല്ലാം തന്നെ ഈ ഒരു പദ്ധതി കൂടി നമുക്ക് ഒഴിവാക്കിയെടുക്കുന്നതിന് സാധിക്കും. ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല എമൗണ്ട് അതിൽ നിന്നും പ്രോഫിറ്റായിട്ട് തന്നെ കയ്യിൽ നിന്ന് ചിലവഴിക്കാതെ തന്നെ നമുക്ക് പ്രോഫിറ്റായിട്ട് വരുന്നു എന്നുള്ളൊരു പ്രത്യേകത. മറ്റൊന്ന്, നഗരത്തിൻ്റെ ഓടകളും തോടുകളും പൊതുയിടങ്ങളും വൃത്തിയായി കിടക്കും. അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതിയോ മറ്റു കാര്യങ്ങളോ നമ്മൾ ഫണ്ട് വെച്ച് കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതും ഒരു സാഹചര്യമാണ്. മറ്റൊന്ന്, ഹരിതകർമ്മസേന ഉൾപ്പെടെ അടങ്ങുന്ന ഒരു 10-30 പേർക്ക് അവരുടെ ലൈവ്ലിഹുഡാണ്, അവരുടെ ജീവിതമാർഗ്ഗമായിട്ട് ഇതിന് കിട്ടുന്ന യൂസർ ഫീ കൊണ്ട് അവർക്ക് ഇവിടെ ഇതുകൊണ്ട് ഒരു വരുമാനം അതിൽ നിന്നുണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ആ ജീവനക്കാരുടെ ശമ്പളം പ്രത്യേകമായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് എടുക്കാതെ ഈ എൻ്റർപ്രൈസ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. പിന്നീട് കിട്ടുന്ന വളം, അപ്പോൾ ആ വളം നമുക്ക് കിലോയ്ക്കൊരു 5 രൂപ 10 രൂപ നിരക്കിൽ ശാസ്ത്രീയമായിട്ട് തന്നെ അതിനെ പൊടിച്ച് കൈകാര്യം ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയും ഇവിടുത്തെ കൃഷിക്ക് തന്നെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാഭമുണ്ട്. അപ്പോൾ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നില്ല. അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് മോഡൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞാൽ ഈ പാലത്തിലൊരു പെയിൻറ്റിംഗ് വർക്ക്
ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോർഡിനേറ്റർമാർ എല്ലാം ചേർന്നിട്ട് വോളണ്ടിയർമാരെ മൊബിലൈസ് ചെയ്ത ഒരു പെയിൻറ്റിംഗ് വർക്ക് ഇവിടെ പൂർത്തീകരിക്കുകയുണ്ടായി. അതോടുകൂടി ഈ പാലത്തിൻ്റെ മുഖച്ഛായയിൽ തന്നെ ഒരു മാറ്റം വരാൻ തുടങ്ങി. അവിടെ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രമേണ ടൈല് പാകുക, ഇതിനകത്തേക്ക് പെയിൻറ്റിംഗ് വർക്കുകൾ ചെയ്യുക, ഇതിൻ്റെ ബിന്നുകൾ രൂപപ്പെടുത്തിയെടുക്കുക, അങ്ങനെ ഒരു കൃത്യമായ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ ഒരു 6 മാസ കാലയളവിനുള്ളിലാണ് ഈ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത്. ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് വേസ്റ്റ് ഇവിടെ ഈ വളമായി ഇതിൽ ഈ പ്ലാന്റുകളിൽ ഈ ബോക്സുകളിൽ ഇട്ടിട്ട് ഈ പുട്ടിന് പേരിടുന്ന പോലെ ഇങ്ങനെ ഇനോക്കുലം മിക്സ് ചെയ്തുകൊണ്ട് ഏതാണ്ടും 6 ദിവസം കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്യും. അതിനുശേഷം ഒരു 3 ദിവസം, പിന്നെ 3 ദിവസം, അങ്ങനെ രണ്ടും 12 ദിവസം ഇതിനുള്ളിൽ 3 ടൈമിങ് മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ 25 ദിവസമൊക്കെ കഴിയുമ്പോൾ ഓക്കെയാണ് വളമായി വരുന്നത്. ആ വളം എടുത്തുകൊണ്ട് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്താണ് ഈ കാണുന്ന പച്ചക്കറികളും ഇതൊക്കെ. വെണ്ടക്ക, ചീര, വഴുതന, പച്ചമുളക്, തക്കാളി. അപ്പോൾ അതിൽ വെണ്ടക്ക ഏതാണ്ട് ഇപ്പോൾ ഒരു 5 പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. ഈ പ്ലാന്റിൻ്റെ മേൽനോട്ടം എനിക്കാണ്. അപ്പോൾ നമ്മൾ വെളുപ്പിനും രാത്രിയൊക്കെ നനയും. അതിനുള്ളത് കൊണ്ട് ഈ വളം അടിവളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ കൃഷി ആരംഭിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിനായി വൈറ്റിലയിൽ മറ്റൊരു യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. 2023 മാർച്ച് 2 ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ വൻ തീപിടുത്തം കേരളത്തെ നടുക്കുകയും 60 ഏക്കറിലേറെ വ്യാപിച്ചു കിടക്കുന്ന പ്ലാന്റിലെ കൂറ്റൻ മാലിന്യ കൂമ്പാരങ്ങൾ തീപിടിച്ച് 12 ദിവസത്തോളം പുകയും മണവും കൊണ്ട് കൊച്ചിയെ മൂടിയ അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ തീപിടുത്തം ജനങ്ങളിൽ പല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തിയിരുന്നു. പലർക്കും തങ്ങളുടെ താമസ സ്ഥലം വിട്ട് പോകേണ്ട സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്ലാസ്റ്റിക് കൂടി കലർന്ന മാലിന്യം വേർതിരിച്ചെടുക്കാനാകാതെ കൂട്ടിയിട്ടിരുന്നതാണ് തീപിടുത്തത്തിന് പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഇനി ഉടലെടുക്കാതിരിക്കാൻ ബ്രഹ്മപുരം പോലുള്ള കേന്ദ്രീകൃത പ്ലാന്റുകൾക്ക് പകരം പ്രാദേശിക തലത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ നിലവിൽ വരികയാണെങ്കിൽ കൊച്ചി നേരിടുന്ന മാലിന്യ നിർമ്മാർജ്ജനം പോലുള്ള വൻ പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.